പറഞ്ഞല്ലോ ലൈക്ക് ഇത് ഇത്രയും വാടക കൊടുത്തിട്ട് ആൽമോസ്റ്റ് 2.5 lakhs ആണ് നിങ്ങൾ മന്ത്ലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ബിൽഡിംഗിൽ. അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. So you can start this business also. Bangalore is open for all business, right? ബിസിനസ്സിന് നല്ല ഞാൻ എപ്പോഴും പറയും ബിസിനസ് കാശ് മുടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഏത് ബിസിനസ് സക്സസ് ആണെങ്കിൽ. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിൻ വേണ്ട ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നന്നായിട്ട് റെസ്റ്റോറൻറ്റ് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ്സിന് ഒരു പ്രശ്നമില്ല. ക്വാളിറ്റി നമ്മളിപ്പോൾ ക്വാളിറ്റിയും ടേസ്റ്റും കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ കുറച്ച് പ്രോഫിറ്റ് കോംപ്രമൈസ് ചെയ്യണം. ഒരുപാട് കോസ്റ്റ് വൈസ് വെച്ചാലും പിന്നെ ആൾക്കാർ ഈ സറൗണ്ടിങ്സിൽ ഐ തിങ്ക് യു ഹാവ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർ കമ്പനീസ് അല്ലേ? നമ്മുടെ മെയിൻ എൻ്റെ 50% ബിസിനസ് വരുന്നത് സോഫ്റ്റ്വെയർ ആണ്. You have to appreciate American people to give such kind of business in India. ആ സോഫ്റ്റ്വെയർ കമ്പനീസ് ഒക്കെ വന്നതോട് കൂടി ഇവിടെ ഉള്ള കുറച്ച് ബിസിനസ് പീപ്പിൾ ഡെവലപ്പ്. പണ്ട് ഒരു ബാക്ക് 15 years ബാംഗ്ലൂർ വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദിസ്. നിങ്ങൾ ഇത് പറയുന്നത് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് 23 years ബാക്ക് ആ സമയത്ത് ഈ റോഡിലൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈവനിങ് സമയത്ത് ഞങ്ങൾക്ക് വരാൻ പേടിയായിരുന്നു. കാട് മാത്രമല്ല ഇവിടെ ഡെയിലി ഓരോ മർഡർ നടന്നുകൊണ്ടിരിക്കും, കൊലപാതകം. അത്രയും ഡേഞ്ചർ ഏരിയ ബെണ്ണാർക്കട്ട് റോഡ് എന്ന് പറഞ്ഞു. ബെണ്ണാർക്കട്ട് റോഡ് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയായിരുന്നു. രാത്രി സമയത്ത് നമ്മൾ വരാറില്ല. നമ്മുടെ നിന്നല്ല പൊതുവെ ജനങ്ങൾ ആരും വരാറില്ല. റൗഡികളായിട്ടും ക്രിമിനൽസും അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി വലിയൊരു മാറ്റം ഈ ഏരിയ സംഭവിച്ചു. ഈവൻ ഇഫ് യു വാണ്ട് ബൈ എ സ്ക്വയർ ഫീറ്റ് ഐ തിങ്ക് ഈ ഏരിയയിൽ കുറഞ്ഞത് എൻ്റെ ഇപ്പുറത്ത് ഒരു 20,000 to 25,000 rupees നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് കൊടുക്കണം. എന്നാലും നിങ്ങൾക്ക് എന്താ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇമാജിൻ ഒരു 23 years ബാക്ക് ഇപ്പോഴുള്ള അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കും. അത് വി കനോട്ട് പ്രെഡിക്ട് എനിത്തിങ് ഇൻ ലൈഫ്. നമുക്ക് എങ്ങനെയാണ് എവിടെയാണ് ആരാ വരികയെന്ന് അറിയില്ല. നമ്മൾ കാടാണ് വിചാരിച്ച് മേടിക്കാണ്ടിരുന്നെങ്കിൽ എനിക്ക് അറിഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവർ പറഞ്ഞത് 5,000 rupees ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അന്ന് അതാരും മേടിക്കാൻ താല്പര്യപ്പെട്ടില്ല. വെച്ചാൽ ഇത് കാടുമാരുള്ള സ്ഥലമാണ്, ഇതാരും മേടിക്കാൻ. എന്നിട്ട് ആഫ്റ്റർ there came an IT park. Now that same place costs 10 lakh rupees per cent. 5,000 എവിടെയുണ്ട്, 10 ലക്ഷം എവിടെയുണ്ട്. It just went off like drastically. ഗാന്ധിനഗർ നമ്മുടെ മെജസ്റ്റിക് ഗാന്ധിനഗർ അതേ സംഭവം. ഞാനവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ക്വയർ ഫീറ്റിന് 3,000 rupees ആയിരുന്നു. ഇപ്പോൾ 25,000 rupees സ്ക്വയർ ഫീറ്റ്. നമ്മള് ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നു, ടുഡേ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ദിസ് വിൽ ബി വെരി ലെസ്. പക്ഷെ അന്നേ കാലഘട്ടത്തിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാത്തത് തെറ്റായിട്ട്. പക്ഷേ ആ സമയത്ത് കാശും കൂടി അങ്ങനെ പറയാം. ഈവൻ നൗ വാട്ട് യു ആർ സേയിങ് വിൽ ബി ഈ 25,000 per square feet will be less in future terms. നിങ്ങൾ പറഞ്ഞു ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മൂലധനമായിട്ട് ഞാൻ പറഞ്ഞു 3 lakhs. നിങ്ങൾ 3 lakhs വലിയ ഇപ്പോൾ 3 lakhs nothing. Now today's life 3 lakhs is nothing. ഇപ്പം നമുക്ക് ലാക്സ് ഒന്നും വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നു. നമ്മൾ എപ്പോഴും യെസ്റ്റർ ഇയർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നൗ ദ കറന്റ് പൊസിഷൻ ഇസ് ടു ഹൈ. നമ്മൾ പക്ഷേ ഈ പൊസിഷനിൽ അത് വാങ്ങിക്കാനുള്ള ആ ഒരു മണി ഇൻഫ്ലോ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. മേ ബി സെയിം ഇന്റർവ്യൂ മേ ബി ആഫ്റ്റർ 10-15 years somebody might be taking 25,000 per square feet is too less. Then about your family, നിങ്ങൾ തങ്ങളുടെ ഫാമിലി അല്ലേ, എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ് വന്നത്? നമ്മുടെ ഫാമിലി തങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ ഇപ്പം മുസ്ലിം സമുദായത്തിൽ പൊതുവെ എല്ലാ ജനങ്ങളും ആദരിക്കുന്ന ഒരു കുടുംബം എന്ന് വെച്ചാൽ അത് പ്രവാചകൻ്റെ അവരെ പാരമ്പര്യമുള്ള കുടുംബം എന്നാണ് തങ്ങൾ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഞാൻ. പ്രധാനത്തിൽ എൻ്റെ ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ എസ് എം പൂക്കോയത്തങ്ങൾ എന്ന് പറയും. നമ്മളെ ഏരിയയിൽ വലിയൊരു പേര് കേട്ട മനുഷ്യനാണ് എസ് എം പൂക്കോയത്തങ്ങൾ. അതിനെ കണ്ടമാനം ഈ മതപ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓപ്പൺ ഞാൻ പറഞ്ഞുതരാം, ഡെയിലി 100-200 ആൾക്കാരെങ്കിലും വിസിറ്റേഴ്സ് ആയിട്ടുണ്ടാവും എൻ്റെ വല്യപ്പാനെ കാണാൻ. എൻ്റെ വല്യപ്പ എന്ന് പറഞ്ഞാൽ വലിയൊരു ജനസമ്മതിയുള്ള മനുഷ്യനാണ് എസ് എം പൂക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ. പാനൂർ, തലശ്ശേരി, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെ അധികം ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എസ് എം പൂക്കോയത്തങ്ങൾ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അപ്പോൾ ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഇതാണ് നമ്മളെ വീട്ടിലിപ്പോൾ അത്രയും ആൾക്കാരും ജനങ്ങളും ആയിട്ട് സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ജനിച്ച് വിടുമ്പോൾ നമ്മൾ കാണുന്നു.
അപ്പോൾ പിന്നെ വെച്ചാൽ എല്ലാ ആൾക്കാരും തങ്ങൾ ഫാമിലി എല്ലാ ആൾക്കാരും അതേപോലെ പ്രസിദ്ധി ആർജിച്ച വ്യക്തികളൊന്നുമില്ല. ഇപ്പോൾ തങ്ങൾ ഫാമിലിയിലെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 75% ദാരിദ്ര്യരേഖയിലാണ്. 25% കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട നിലയിൽ ആൾക്കാർ ജീവിക്കുന്നത്. ഉദാഹരണത്തിന് ഷിഹാബ് തങ്ങന്മാർ, അവരെല്ലാം നമ്മുടെ ഫാമിലി കുടുംബത്തിൽ തന്നെ. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാം ഫാമിലിയിൽ യുണൈറ്റഡ് ആണ്. അപ്പോൾ അവരെല്ലാം അപ്പം സമുദായത്തിൽ കുറച്ച് പേരും പ്രശസ്തിയുള്ള ആൾക്കാർ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. മറ്റുള്ള മെജോറിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 75% തങ്ങന്മാരും ദാരിദ്ര്യരേഖ താഴെയാണ് ഇപ്പോഴും. പിന്നെ ഇത്രയും നേരം നമ്മൾ ബിസിനസ് കാര്യം, പിന്നെ തങ്ങൾ ഫാമിലിനെ കുറിച്ച് സംസാരിച്ചു, സ്വന്തം ഫാമിലിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് എത്ര വർഷങ്ങളായി ഇപ്പോൾ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്ന ആ പീരീഡ് ഏകദേശം ഒരു 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം ഉണ്ടായത്. അപ്പം നിങ്ങൾ വന്ന സമയത്ത് അപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ വെച്ചാൽ ഇപ്പം എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പം അപ്പോൾ തങ്ങൾ ഫാമിലി തന്നെ. അപ്പോൾ എൻ്റെ വല്യപ്പ അപ്പോൾ അവർ വളരെ പാവപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. അവർ ഒറ്റ മോളായിരുന്നു. അപ്പോൾ അവർക്കും ഫാദർ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് വല്യപ്പ അവർ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ഉമ്മ വല്യപ്പ ഇതെല്ലാം പറഞ്ഞ് കുട്ടിയെ കല്യാണം കഴിക്കുന്നത്. പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും വല്യപ്പയെല്ലാം പിന്നെ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷനേ ഇല്ല. ഉമ്മ എപ്പോഴും ഇപ്പോഴും ഞാൻ ഉമ്മ പറഞ്ഞൊരു വാക്കും തട്ടാറില്ല. അതെന്റെ ഒരു വീക്ക്നെസ്സാണ്. ഉമ്മ എന്ത് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. അത് എനിക്ക് ഇഷ്ടം. ചില സമയത്ത് എനിക്ക് നീരസം ഉണ്ടെങ്കിൽ കൂടി ഞാൻ മാക്സിമം അത് അംഗീകരിക്കും. ഇങ്ങനത്തെ മക്കൾ കിട്ടാൻ ശരിക്കും എന്താ പറയാ, ദൈവം ഉമ്മയ്ക്കാണ് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് മകന്. അല്ല സാറ് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഉമ്മാന്റെ കുട്ടിയായി ജനിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പറയാം. അങ്ങനെയും പറയാം. പിന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇപ്പോഴും 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുണ്ട്. എന്താ ചെയ്യുന്നത് അവരൊക്കെ? ഒരു കുട്ടി, മൂത്ത കുട്ടി ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. ആൺകുട്ടി. ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ. മകള് ഇപ്പം +2 കഴിഞ്ഞിട്ട് മകളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. ഈ മാസം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നിക്കാഹിന്റെ ബിരിയാണി ഒക്കെ കഴിക്കായിരുന്നു. മിസ്സായി പോയി. അപ്പം കല്യാണം കഴിഞ്ഞു. പിന്നെ 2 കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ്. കാരണം വെച്ചാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ വയസ്സുകാലത്ത് നമുക്കൊരു ചെറിയ കുട്ടികൾ കൂടി നമ്മളെ കൂടെ വേണം. ആ അടിസ്ഥാനത്തിൽ ഇപ്പം ഇനിയൊരു കുട്ടി പഠിക്കുന്നത് ഒരു 6ാം ക്ലാസ്സിലാണ്. പിന്നെ ഒന്ന് UKG പഠിക്കും. ചെറിയ കുട്ടി വേണം. അങ്ങനെ 4 കുട്ടികളുണ്ട്. 3 ആൺകുട്ടി ഒരു പെൺകുട്ടികൾ. ഇപ്പൊ ഇനിയിപ്പോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്താലും നോക്കി നടത്തുന്ന ആളുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ അച്ഛന്റെ മക്കളല്ലേ അവര്. തീർച്ചയായിട്ടും ഈ നല്ല സ്വഭാവമൊക്കെ അവർക്ക് കിട്ടാണ്ടൊന്നും ഇരിക്കില്ലല്ലോ. അതെല്ലാം അങ്ങനെ പറയാൻ പറ്റും. എത്രയോ നല്ല നല്ല ആൾക്കാരെ മക്കൾ ചീത്തയായിട്ടുണ്ട്, ചീത്ത ആൾക്കാരെ മക്കൾ നന്നായിട്ടുണ്ട്. നമുക്കൊരിക്കൽ ജീവിതം നമ്മൾ ശ്രമിക്കുക, നമുക്ക് ഒരു കാൽക്കുലേഷൻ പാടില്ല. സംഭവിക്കട്ടെ എപ്പോഴും ചിന്തിക്കുക. നമ്മൾ എപ്പോഴും പോസിറ്റീവായി വിചാരിക്കുക. എന്തായിരുന്നാലും എന്താ പറയാ, വളരെ രസകരമായിട്ട് വളരെ ശാന്തതയോട് കൂടിയിട്ട് ഇത്രയും നേരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. അരമണിക്കൂർ പോയ സമയം അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾക്കായിട്ട് ഈ സമയം നൽകിയതിന് വളരെ നന്ദി. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: തങ്ങൾ ഫാമിലി ഏത് പാരമ്പര്യക്കാരാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തങ്ങൾ ഫാമിലി ഏത് പാരമ്പര്യക്കാരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 or 83. I repeat the number 0484231778 or 83. I'll meet you all in the next fantastic same episode. Until then, it's me, Smita, signing off.